നമസ്കാരം. ഇന്ന് നമുക്ക് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകത്തിലെ 5-ാം ശ്ലോകം ഒന്ന് നോക്കാം. 5-ാം ശ്ലോകം ഏതാണെന്ന് പറയാം. ഉലകരുറങ്ങിയുണർന്ന് ചിന്ത ചെയ്യും, പലതും ഇതൊക്കെയും ഉറ്റുപാർത്തു നിൽക്കും, വിലമതിയാതെ വിളക്കുതിക്കുകയും പിൻപൊലികയും ഇല്ലിത് കണ്ടുപോയിടേണം. ഇതാണ് ആ ശ്ലോകം. ലോകത്തിലുള്ള മനുഷ്യർ സാധാരണഗതിയിൽ ഉറങ്ങിയും ഉണർന്നും പലതും ചിന്തിച്ചും വെറും സാധാരണ ജീവിതം നയിക്കുകയാണ് ചെയ്യുന്നത്. വിലമതിക്കാനാകാത്ത ആത്മസ്വരൂപമാകുന്ന ദീപം അല്ലെങ്കിൽ വിളക്ക് ഉദിക്കുകയോ പിന്നീട് പൊലിയുകയോ ചെയ്യുന്നില്ല എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ഗുരുദേവൻ നമ്മോട് പറയുന്നത്. സത്യം നാം മനസ്സിലാക്കി നാം മുന്നോട്ട് പോകണം എന്നും ഇതിൽ പറയുന്നുണ്ട്. ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്നത് ജീവികളുടെ സഹജ സ്വഭാവമാണ്. മനുഷ്യർ ഉറങ്ങുന്നു, ഉണരുന്നു, വിവിധ കാര്യങ്ങളിൽ ഏർപ്പെടുന്നു. ഇങ്ങനെ ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്നത് ഒരുതരം ഉദിക്കലും അസ്തമിക്കലുമാണ്, അല്ലേ? പക്ഷേ ഇതെല്ലാം ഉറ്റുപാർത്തു നിൽക്കുന്ന, ഇമ അടയ്ക്കാതെ കണ്ടു നിൽക്കുന്ന, വിലമതിയാത്ത, അതായത് വിലമതിക്കാനാവാത്ത ഒരു വിളക്കുണ്ട്. അത് ഉദിക്കുകയും ചെയ്യുന്നില്ല, പൊലിയുകയും ചെയ്യുന്നില്ല. അതെന്താണ്? അറിവാണോ? സ്നേഹമാണോ? കാരുണ്യമാണോ? ലാവണ്യമാണോ? ചൈതന്യമാണോ? ഏതായാലും അത് എന്നും എപ്പോഴും എവിടെയും ഉണർന്നാണ് ഇരിക്കുന്നത്. അത് കണ്ടുപോയിടേണം എന്നാണ്. അതായത് അത് മനസ്സിലാക്കി ജീവിക്കണം എന്നാണ് ഗുരുദേവൻ ഈ ശ്ലോകത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇവിടെ വിഷമ അലങ്കാരവും രൂപക അതിശയോക്തി അലങ്കാരവും കാണാം. അലങ്കാരവും വൃത്തവും ഒന്നും നമുക്ക് വേണ്ട എങ്കിലും ഒന്ന് വേറൊരു ശ്ലോകം പറയുമ്പോൾ അത് ഗുരുദേവൻ്റെ ആ മഹത്വം, ആ കഴിവ് നമ്മൾ ഓർക്കുമ്പോൾ ഇതും കൂടെ പറഞ്ഞു പോകുന്നത് നന്നായിരിക്കുമെന്ന് തോന്നി. അപ്പോൾ ഇതെടുത്ത് പറയുമ്പോൾ അതിൻ്റെ കാവ്യശോഭ ഒന്നുകൂടി വർദ്ധിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ശ്ലോകത്തിലൂടെ ഗുരുദേവൻ ലോകത്തിൻ്റെ പ്രവർത്തനം സ്വപ്നവും ജാഗ്രതയും പോലെ, ഉറക്കവും ഉണരലും പോലെ മാറി മാറി നടക്കുന്ന ഒരു പ്രക്രിയയായി കാണിക്കുന്നു. ലോകം ഉറങ്ങുന്നു എന്ന് വെച്ചാൽ അജ്ഞാനാവസ്ഥ, വീണ്ടും ഉണരുന്നു ജ്ഞാനാവസ്ഥ, പിന്നെ അനവധി ചിന്തകൾ, പ്രവൃത്തികൾ, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനുഷ്യർ. വിലമതിക്കാനാവാത്തൊരു വിളക്കുണ്ട്, അത് ഉദിക്കുന്നുമില്ല, പിന്നെ പൊലിയുന്നുമില്ല. ലോകത്തിലെ എല്ലാ സംഭവങ്ങളും അനിത്യവും ആവർത്തനപരവുമാണ്. ഈ ചക്രത്തിൽ കുടുങ്ങാതെ സത്യത്തിൽ ഉറച്ചു നിൽക്കണം എന്ന് തന്നെയാണ് ഗുരുദേവൻ നമ്മെ ഈ ശ്ലോകത്തിൽ കൂടി പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഇവിടെ നമുക്ക് സ്റ്റേറ്റ് ഓഫ് ഇഗ്നറൻസും കാണാൻ സാധിക്കും, സ്റ്റേറ്റ് ഓഫ് അവെയർനെസ്സും കാണാൻ സാധിക്കും. അതുപോലെ റെപ്പറ്റീഷൻ, ഒരു ജനന മരണ സൈക്കിൾ, അത് നമുക്ക് കാണാൻ കഴിയും. അതായത് ജീവിതം ഇങ്ങനെ പുനരാവർത്തിച്ചു കൊണ്ടേ ഇരിക്കും എന്ന് പറയുന്നു. ഒരിക്കലും അവസാനിക്കാത്ത ഒരു മഹാമേളയാണ് ജനന മരണ ജീവിതം. അതൊരിക്കലും അവസാനിക്കില്ല. ജീവചരിത്രം വീണ്ടും ആരംഭിച്ചുകൊണ്ടേ ഇരിക്കും. ലോകത്തിൻ്റെ ചക്രാകാര സ്വഭാവവും അനിത്യതയും വ്യക്തമാക്കുന്ന ഒരു ശ്ലോകമാണ് ഇത്. കാലം തുടർച്ചയായി മുന്നേറുമ്പോൾ മനുഷ്യൻ അതേ പ്രവൃത്തികളിൽ കുടുങ്ങി ജീവിതത്തിൻ്റെ പരമസത്യം തിരിച്ചറിയാതെ സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആവർത്തനത്തിൽ നിന്നും മോചിതനാകാൻ എന്ത് ചെയ്യണം? ആത്മബോധം നേടണം. ഇത് നമ്മുടെ സൈക്ലിക്കൽ നേച്ചർ ഓഫ് വേൾഡിലെ ലൈഫാണ് ഇവിടെ കാണുന്നത്. കാരണം ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും, ഒരു ചക്രം കറങ്ങുന്നത് പോലെ. ജനനം, ജീവനം, മരണം, വീണ്ടും ജനനം. ഈ ആവർത്തനത്തിൽ നിന്ന് മോചനം നേടണം. അതാണ് ശാശ്വത ശാന്തി. ഇതാണ് ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉലകർ സാധാരണ ഉണ്ടും ഉറങ്ങിയും പലതര പ്രവൃത്തികളിൽ ഏർപ്പെട്ടും കഴിയുകയാണ്. വിലമതിക്കാനാവാത്തൊരു വിളക്ക് അത് ഉദിക്കുന്നില്ല, ഉദിക്കാത്തതുകൊണ്ട് പൊലിയുന്നുമില്ല.
അതിനെ കണ്ടറിഞ്ഞ് പോയിടണം എന്നാണല്ലോ ഈ ശ്ലോകം പറയുന്നത്. ലോകജീവിതം എന്ന് പറയുന്നത് സ്വപ്നം പോലെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവൃത്തികളുടെ പ്രവാഹമാണ്. ജ്ഞാനി ഇവയിൽ കുടുങ്ങാതെ സാക്ഷിയായി മുന്നേറണം. മനുഷ്യജീവിതത്തിൻ്റെ വലിയ ഭാഗവും വിദ്യയാൽ മൂടപ്പെട്ടിരിക്കുകയാണ്. ഉണരലും ഉറക്കവും ചിന്ത ചെയ്യലും യോഗത്തിൽ ചിത്തവൃത്തിയാണ്. യോഗി ഇവയെ സാക്ഷിയായി മാത്രം കാണും. അവനറിയാം ഇതെല്ലാം മാറിപ്പോകുന്ന പ്രതിഭാസങ്ങളാണെന്ന്. ആദ്യം ദർശനം, പിന്നെ പ്രബോധനം. അതാണ് നമുക്കിതിൽ കൂടെ കാണാൻ സാധിക്കുന്നത്. സ്ലീപ്പിംഗ്, വാക്കിംഗ്, തിങ്കിങ്, ആക്ടിങ്, ഫീലിംഗ്, ഒബ്സർവിങ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ദർശനങ്ങൾ. ജ്ഞാനത്തിൻ്റെ വിളക്ക് തെളിയുമ്പോൾ എങ്ങും പ്രകാശമുണ്ടാകും. മറവിയുടെ ഇരുട്ട് വരുമ്പോൾ പ്രകാശം മങ്ങും. ഞാനെന്ന ബോധം, അതായത് സാക്ഷി ചൈതന്യം, എപ്പോഴും മാറ്റമില്ലാതെ നിൽക്കും. എല്ലാം ചെയ്യുന്നത് ഉള്ളിൽ നിന്ന് ഒരു കണ്ടുകൊണ്ടേ ഇരിക്കും. ഇതിന് യോഗികൾക്ക് ഇടയിൽ ഇതിനെ ഡയലക്റ്റിക്കൽ ഐ എന്ന് പറയും. ശിവൻ്റെ മൂന്നാം കണ്ണ് പോലെ. ദാർശനികന്മാർക്ക് ഇത് ഉൾക്കണ്ണ്, മൂന്നാം കണ്ണ് പോലെ. അമൂല്യമായ ഒരു വിളക്കിനോടാണ് ഗുരു ഈ കണ്ണിനെ ഉപമിച്ചിരിക്കുന്നത്. അത് അനാദി ദീപമാണ്, ആരും കത്തിച്ചതുമല്ല. ഇന്ധനം വേണ്ട, എണ്ണ വേണ്ട, അണയുകയുമില്ല. ആരെങ്കിലും കത്തിച്ചെങ്കിൽ മാത്രമല്ലേ അത് അണയുകയുള്ളൂ. ഈ അനാദി വിളക്കിനെ കണ്ട് അറിയണം. അവനവനെ അറിഞ്ഞ് ജീവിക്കാൻ പറയുകയാണ് ഇവിടെ. ഓരോരുത്തരും ഈ ലോകത്തിൻ്റെ വിളക്കാണ് എന്ന പരമമായ സത്യവും നമുക്കിതിൽ കൂടി മനസ്സിലാക്കാൻ കഴിയും. ഒരു വിളക്ക് കത്തിച്ചാൽ അത് അണയുന്നത് എന്താണ്? അനുഭവങ്ങളുടെ താൽക്കാലികതയാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിലെ ശബ്ദഭംഗി, ശ്രവണസുഖവും അർത്ഥഭംഗി ചിന്തയെ പ്രകാശിപ്പിക്കുന്നത് ആകുന്നു. പരസ്പര വിരുദ്ധങ്ങളായ കാര്യങ്ങളെ ചേർത്ത് പറയുന്നതിന് ഇവിടെ വിഷമാലങ്കാരം. വിഷമാലങ്കാരം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ലക്ഷണം മറ്റ് ശ്ലോകത്തിലേക്ക്. വിഷമം ചേർച്ചയില്ലാത്ത രണ്ടിനെ ചേർത്ത് ചൊല്ലുകിൽ. ഉറങ്ങിയും ഉണർന്നും പലതരം ചിന്തയിൽ പെട്ടുഴലുന്ന സാധാരണ മനുഷ്യർ ഒരു ഭാഗത്ത്, ഉദിക്കുകയും പൊലിയുകയും ചെയ്യാത്ത വിലമതിയാത്ത വിളക്ക്, അതാണ് ആദിമകസ്, മറ്റൊരു ഭാഗത്ത്. ഇതിന് തമ്മിൽ വല്ല ചേർച്ചയുമുണ്ടോ? യാതൊരു ചേർച്ചയുമില്ല. ആത്മസ്വരൂപമാകുന്ന വിളക്കെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആത്മസ്വരൂപം എന്ന ഉപമേയത്തെ മറച്ചു വെച്ചിട്ട് വിളക്കെന്ന ഉപമാനത്തെ എടുത്തു പറയുകയാണ്. ഇവിടെ രൂപകാതിശയോക്തി അലങ്കാരവും നമുക്ക് കാണാൻ കഴിയും. ശുദ്ധബോധത്തിൻ്റെ കണ്ണാടി, ആത്മാനുഭവത്തിലെ വെളിച്ചം സാധകനിലേക്ക് പകർന്ന ജ്ഞാനദീപമാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഈ ശ്ലോകം. മനുഷ്യൻ്റെ ധാരണാശേഷിയുടെയും അഹങ്കാരത്തിൻ്റെയും അഹന്താബോധത്തിൻ്റെയും വിഡംബനങ്ങൾ തുറന്നു കാണിക്കുന്നു. മനുഷ്യൻ്റെ അതിരില്ലാത്ത അഭിമാനത്തെയും അതിൻ്റെ ഭ്രമാത്മകതയെയും കാവ്യഭാഷയിൽ പ്രതിപാദിക്കുകയാണ് ഗുരുദേവൻ ഈ ശ്ലോകത്തിലൂടെ. പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം താനാണ് കണ്ടുപിടിച്ചതെന്ന് മനുഷ്യൻ ധരിക്കുന്നു. പക്ഷേ അവൻ ഉറങ്ങുന്നു, എന്നാൽ ഉണർന്നതായി തോന്നുന്നു. ഈ ഭ്രമത്തെയാണ് ഗുരുദേവൻ ആദ്യ വരിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. ജ്ഞാനത്തിൻ്റെ ഉറവിടം ഉണർന്ന ബോധത്തിലാണ്. മനുഷ്യൻ്റെ അഭിമാനം ഉയർന്നിട്ട് വലിയ ധാരണകളെ തനിക്ക് കീഴടക്കാം എന്ന് വിചാരിക്കുന്നു. ഇത് ഭ്രമമാണ്. മനുഷ്യൻ ഞാനാണ് വിലമതിയാത്തത് എന്ന് കരുതുന്നു. സത്യം മനസ്സിലാക്കുന്നില്ല. മനുഷ്യൻ കാണുന്നത് സ്വപ്നങ്ങളും അദൃശ്യമായ ഭ്രമങ്ങളുമാണ്. ആളുകൾ ലോകവിഷയങ്ങളിൽ ഉറങ്ങുന്നു, ആത്മവിഷയത്തിലേക്ക് ഉണരുന്നില്ല. മനസ്സ് ഭ്രാന്തമായ വികാരങ്ങൾക്ക് പിന്നിൽ പായുന്നു. ഇങ്ങനെ സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തെ വളരെ കാവ്യാത്മകമായി വരച്ചു കാട്ടിയിരിക്കുകയാണ് ഗുരുദേവൻ ഈ 5-ാം ശ്ലോകത്തിലൂടെ. അടുത്ത ശ്ലോകവുമായി വരാമെന്നുള്ള പ്രതീക്ഷയെ ഇതിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.